ശബ്ദം കേട്ടത്? ശബ്ദമല്ലല്ലോ, ഒരു ചിരിയല്ലേ? ആ, അതുപോലെ എന്തോ. അമ്മേന്റെ മൊബൈലിൽ നിന്നാണോ? ആ, ആയിരിക്കും. അല്ലാതെ ഇപ്പൊ ഈ വീട്ടിൽ വേറെ ആരാ ചിരിക്കാൻ? അല്ലേ? ഏയ് അല്ലല്ല, ഞാൻ ശരിക്ക് കേട്ടതാ. ആരോ ചിരിച്ചു. ഓ ഓ, അത് എനിക്ക് അത്. ഏത്? ആ ആ ഓ ഓ അത് 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 ഞങ്ങൾ രണ്ടാളും ചിരിച്ചതാ. എന്തിന്? എന്തിനാന്ന് വെച്ചാ ദിയ ഭയങ്കര കോമഡി. അത് കേട്ടപ്പോ ഞാൻ അറിയാതെ ചിരിച്ചു പോയി. അതൊരു തെറ്റാ? നിന്റെ ശബ്ദമൊന്നും അല്ല, ഒരു കുഞ്ഞു ശബ്ദ. ആ കുഞ്ഞു ശബ്ദം ഇങ്ങനത്തെ ശബ്ദമല്ലേ കേട്ടത്? അല്ലല്ല, ഈ ശബ്ദമല്ല. അല്ലേ? ഡൈനിങ് ഹാളിന്റെ അവിടെ നിന്നാ തോന്നുന്നേ. ഡൈനിങ് ഹാളിന്റെ അവിടെ നിന്നല്ല ഞങ്ങള് ഇവിടുന്ന് ചിരിച്ചേ. വെറുതെ അവിടെ പോയി നോക്കണ്ട. ആ കാറ്റ്കസിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട്. ഇത് വെറുതെ ചിരിക്കാണ്. 2-3 കൊല്ലമായിട്ട് ഉപയോഗിക്കാൻ കിടന്നല്ലേ, അതാവും. എന്തായാലും ഇനി ചേച്ചിനെ കൊണ്ടൊന്നും സംസാരിപ്പിക്കണ്ടല്ലോ. അല്ലാതെ തന്നെ കാറ്റ്കസ് സംസാരിക്കുമ്പോ ചേച്ചി പേടിച്ചോളും. ആ, അത് ശരിയാ. ഇനി നിക്കിയുടെ ചിരി തന്നെ ആണോ? ചെലപ്പോ ആയിക്കൂടായില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്. വിശക്കുന്നവര് വാ, ഫുഡ് എടുത്തു തരാം. ഫുഡോ? ഞാൻ വരുന്നു. ഫുഡിന്റെ കാര്യം ഞാനിപ്പോ ഓർത്തേ ഉള്ളൂ. അമ്മ, ഏതേലും സിനിമ ഉണ്ടാവും ടിവിയില്? പിന്നെ കിടക്കാനായി ഇപ്പഴാ സിനിമ. ഓഹോ, എന്നാ ഗുഡ് നൈറ്റ്. ആ, ഗുഡ് നൈറ്റ്. ചേച്ചി കിടക്കുമ്പോൾ അലക്സയിൽ പാട്ട് വെക്കും, അപ്പൊ സംസാരിച്ചോളൂ. Alexa, play some melody song. Playing Malayalam melody song by Gio Savan. Alexa, play melody song. Playing melody song by Gio Savan. Alexa, not this song. I told melody songs. Alexa, no. Songs by Vijay Yeshudas. Melody songs. Play some melody. Alexa, melody, Malayalam melody. പാടാത്ത നാദത്തിൽ പാടുന്നു ഞാൻ ഇരുളിൽ നിന്നെ കാത്തിരിപ്പൂ. Alexa, stop! ഈയുടെ സ്വഭാവം നിനക്കറിയില്ല. വാങ്ങിയിട്ടൊരു കൊല്ലായില്ല, അതിനു മുന്നേ കേടായി. മോളെ, എനിക്കിനെ കൂട്ടിലോട്ടാക്കിയത് സമയം 11 മണി കഴിഞ്ഞു. ഓ, 11 മണിയൊക്കെ ആയോ? എത്ര എളുപ്പം. കിടക്കാം. എനിക്ക് ആ കാറ്റ്കസിന് കംപ്ലൈന്റ് ഉണ്ടെന്നാ തോന്നുന്നേ. അത് തോന്നുമ്പോഴാണ് സംസാരിക്കണേ. ഞാൻ പറഞ്ഞില്ല, അത് സീനില്ല. എപ്പോ ഒച്ച ഉണ്ടാക്കിയാലും നമ്മക്ക് ചേച്ചി പേടിച്ചാ പോരെ? അത് മതി. എന്നാ പോയി കിടക്കാം. രാത്രി ചേച്ചിയുടെ നിലവിളി കേൾക്കുമ്പോ എണീക്കാം. ഇനി ഞാൻ എണീറ്റില്ലെങ്കിലും രാവിലെ കാര്യങ്ങളെല്ലാം നമ്മളെ വിശദമായിട്ട് പറഞ്ഞു തന്നാൽ മതി.
ദിയമോൾ ഉറങ്ങിയില്ലേ? കിടക്കാൻ നേരത്താണോ പ്രേതപ്പാട്ട് പാടുന്നത്? ഞാൻ പ്രേതപ്പാട്ടൊന്നും പാടിയിട്ടില്ല. പിന്നെ എവിടുന്ന ഞാൻ പാട്ട് കേട്ടത്? എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ലല്ലോ. കേട്ടില്ലേ? ലൈറ്റ് ഓഫ് ചെയ്തേ. ആരീ പാട്ട് വെച്ചത്? ഞാൻ ഉറങ്ങല്ലേ. അലക്സ സ്റ്റോപ്പ്. ഞാനത് ഓഫാക്കിയായിരുന്നല്ലോ. ഇത് ബാറ്ററി ഉള്ള മോഡലല്ലല്ലോ, പിന്നെങ്ങനെ? അലമാരിന്നാണല്ലോ. ഇതെങ്ങനെ ഇതിനുള്ളിൽ വന്നു? ദേവുവിന്റെ കരച്ചിലാണല്ലോ. കാറ്റസിന്റെ പ്ലാൻ ഏറ്റു. ദേവന്തി എന്താണ് ഈ നട്ടുപാതിരിക്ക് ഇവിടെ വന്ന് നിൽക്കുന്നത്? അവിടെ 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 എന്താ? അലമാരയില് ഒരു അലമാരിയിൽ എന്താ? ഒരു കാക്ടസ് ടോയ് ഇരുന്ന് വർത്താനം പറയുന്നു. ക്യാറ്റ്കസ്റ്റോയോ എന്ന് വെച്ചാ? പണ്ട് മാമൻ ദിയമൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുത്തില്ലേ, ഒരു സംസാരിക്കുന്ന ടോയ്. അതോ? അതെങ്ങനെ ഇവിടെ വന്നു? ഇനി വന്നാ തന്നെ അതിലെന്തിനാ ഇത്ര പേടിക്കാനിരിക്കുന്നേ? അത് നമ്മൾ പറയാതെ തന്നെ സ്വന്തമായിട്ട് പാട്ട് പാടുന്നു, വർത്താനം പറയുന്നു, ചിരിക്കുന്നു. പിന്നെ മതി മതി മതി, സ്വപ്നം കണ്ടതാണല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ട് കിടക്കണമെന്ന്. അല്ലമ്മ സത്യം, അല്ലെങ്കിൽ അലമാരയിൽ നോക്ക്. എവിടെ നിന്റെ സംസാരിക്കുന്ന ക്യാറ്റ്കസ്റ്റോയ്? എന്നോട് കളിച്ച് അങ്ങനെ ഉണ്ടാവുന്ന ചേച്ചിക്ക് മനസ്സിലായി കാണും. നീ
പാതിരാ പുഷ്പം കൺകൾ തുറക്കവേ ഒരു കളിപ്പാവതൻ ചിരി കേൾക്കുന്നുവോ നീ? പാടാത്ത നാദത്തിൽ പാടുന്നു ഞാൻ ഇരുളിൻ മറയിൽ